എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരുപാട് സിനിമകൾ OTT റിലീസുണ്ട്. ബാഡ് ബോയ്സ്, ദാവീദ്, നടികർ, പൊന്മ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സണ്ണി വെയിൻ, ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ത്രയം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ ഇന്നലെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിനീത് ശ്രീനിവാസനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഒരു ജാതി ജാതകം എന്ന സിനിമ ഈ വീക്കിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മാർച്ച് 14 മനോരമ മാക്സ്, ആമസോൺ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാഡ് ബോയ്സ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒമർ ലലുവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ വീക്കിൽ ബാഡ് ബോയ്സ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. റഹ്മാൻ, സെന്തിൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി ഒരുപാട് പേര് ബാഡ് ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടുതലും ആമസോൺ പ്രൈമിലായിരിക്കും ബാഡ് ബോയ്സ് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപ് നിതപള്ളിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമ റിലീസായിട്ട് ഒരുപാട് കാലമായി, ഇതുവരെ OTT വന്നിട്ടില്ല. ഇപ്പോഴൊടുവിൽ തങ്കമണി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 4th വീക്കിൽ തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. അതുപോലെ ഗോകുൽ സുരേഷ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗൗതം വാസുദേവ് സംവിധാനം ചെയ്ത ഡൊമിനിക് എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഡൊമിനിക് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിൽ സിനിമ റിലീസാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ചിലപ്പോൾ ഡൊമിനിക് ഇന്ന് സർപ്രൈസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ മാർച്ച് 14 ഡൊമിനിക്കിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആന്റണി വർഗീസ് നായകനായി ഫെബ്രുവരി 14 റിലീസായ സിനിമയായിരുന്നു ദാവീദ്. എവറേജ് അഭിപ്രായമാണ് ദാവീദിന് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഇപ്പോഴിതാ ദാവീദ് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിലാണ് ദാവീദ് സിനിമയുടെ OTT റിലീസ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും ആമസോണിൽ സിനിമ വരുന്നത്. അതായത് മാർച്ച് 14 ദാവീദ് ആമസോൺ പ്രൈമിൽ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനത്തിലാണ് പൈങ്കിളി റിലീസായത്. അനശ്വര രാജൻ, സജിൻ ഗോപുവാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് പൈങ്കിളിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ റൊമാനിക്കൽ മൂവി ആമസോൺ പ്രൈമിൽ റിലീസാവുകയാണ്. പൈങ്കിളി സിനിമയുടെ OTT തീയതി പുറത്തു വന്നിട്ടില്ല. മാർച്ച് മാസം 4th വീക്കിൽ പൈങ്കിളി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അജു വർഗീസ്, റായ് ലക്ഷ്മി, ഹന്ന റെജി, അസ്കർ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് DNAക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ സൈനാപ്പിളെ DNA എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 4th വീക്കിലാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായിരുന്നു നടികർ. ടോവിനോ തോമസ്, അനൂപ് മേനോൻ, ഭാവന തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. നടികർ ഒരു കോമഡി മൂവിയാണ്. സിനിമ റിലീസായിട്ട് ഒരുപാട് കാലമായി, ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മാർച്ച് 25 ആമസോൺ പ്രൈമിൽ നടികർ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദിർഷ സംവിധാനം ചെയ്ത സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. റിയാസ് ഖാൻ, അർജുൻ അശോകൻ, ദേവകി സഞ്ജയ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസം 4th വീക്കിലായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പൊന്മാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു പൊന്മാൻ. സജിൻ ഗോപു ബേസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു സബ്ജക്റ്റാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ നല്ല കയ്യടി പൊന്മാന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ പൊന്മാൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 14 ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പൊന്മാൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം OTT റിലീസുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി
ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരിക്കലും വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.